ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൊഞ്ച് തീയൽ. ആദ്യമായി കൊഞ്ച് കഴുകി വൃത്തിയാക്കി വെക്കുക. ഇതെന്തേരെന്നറിയാമോ? അരമുറി തേങ്ങയില് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, ലേശം കുരുമുളകിട്ട് വറുത്തെടുത്തത്. പിന്നെ വേണ്ടത് ലേശം കടുക്, കുറച്ച് കറിവേപ്പില, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി, തക്കാളി, ഉള്ളി അരിഞ്ഞത്, ലേശം ഉപ്പ്, പിന്നെ പുളി വെള്ളത്തിലിട്ട് ഊത്ത് വെക്കണം. ആദ്യമായിട്ട് നമ്മൾ കഴുകി എടുത്ത് വെച്ചേക്കണം കൊഞ്ചെടുത്ത് ചട്ടിയിലേക്ക് ഇടണം. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അതിന് വേവിക്കാൻ വേണ്ടി വെക്കണം. നെക്സ്റ്റ് പാൻ ചൂടാക്കാൻ വെക്കണം. എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ കുറച്ചെടുത്ത് വറുത്ത് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം ചൂടാക്കണം. അടുത്തതൊരു പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് കടുക് അതിലേക്ക് ഇടുക. അത് കഴിയുമ്പോൾ അതിൽ കുറച്ച് കറിവേപ്പില ഇടുക. അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അത് കഴിഞ്ഞ് ലേശം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുക. വീണ്ടും വഴറ്റുക. അതിലേക്ക് തക്കാളി ഇടുക. എന്നിട്ടെല്ലാം കൂടെ നല്ലോണം ഇളക്കി അടച്ചു വയ്ക്കുക. അടുത്തത് അരയ്ക്കാൻ വേണ്ടി ജാർ എടുക്കുക. അതിലേക്ക് ഈ വറുത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയും പുളിയും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ കൊഞ്ച് എന്തേരായെന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം. സംഭവം വെന്തിട്ടുണ്ട് കേട്ടാ. ഈ സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഏകദേശം നല്ല ശരിയായി. ഇനി എന്ത് വേണം? ഈ പാകമായ ചേരുവകൾ ചട്ടിയിലിരിക്കുന്ന വെന്ത കൊഞ്ചിലേക്ക് ഇടുക. അതിനുശേഷം നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പില്ലേ, അതുകൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുക. ഫൈനലി റെഡിയായല്ലോ.